പപ്പ വെള്ളം. പപ്പ വെള്ളം. ചേച്ചി മോളെ ലോങ് ട്രിപ്പ് വേണ്ട കാറ്. ലോങ് ട്രിപ്പ് പോവാ അല്ലേ ഗൗരി? ഇനി നമ്മളങ്ങ് എത്താനേ വൈകുന്നേരം ആവും. എല്ലാരും ഒന്ന് കിടന്ന് മയങ്ങിക്കോ. അല്ല ടൂറ് എന്ന് പറഞ്ഞ ഗൗരി കിടന്നുറങ്ങിയോ? അവളൊന്ന് മയങ്ങി. ആദ്യമോനെ പാറുമോളെ ദേ നോക്കിക്കേ എന്ത് രസാണെന്ന്. നമ്മുടെ നാട് വിട്ട് കുറേ ദൂരെ വന്നപ്പോ എന്ത് നല്ല രസം, നല്ല ക്യൂട്ടാണ് ഇവിടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല തണുത്ത കാറ്റും ഉണ്ട് അല്ലേ? നല്ല രസമുണ്ട്. ഞങ്ങൾ ഉറങ്ങുന്നില്ല, ഞങ്ങൾക്ക് ഇതൊക്കെ കാണണം പപ്പ. ഞങ്ങൾ ഇവിടെ എല്ലാം ഇങ്ങനെ കണ്ടോണ്ട് നല്ല ആസ്വദിച്ച് യാത്ര ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ കാണാന്. ഹായ് പേരയ്ക്ക പപ്പ, പേരയ്ക്ക. ആ മേടിക്കാം. എത്രയാ കിലോ? 150. നോക്കട്ടെ ഇതിലേതാ ടേസ്റ്റ്? നോക്കട്ടെ, ഞാൻ നോക്കട്ടെ പപ്പ. ഇത് നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത. ഇതാ പപ്പ കൊള്ളാവുന്നത്. ദേ മാങ്ങ, വലിയ മാങ്ങയുണ്ട്, പഴുത്ത മാങ്ങ, നെല്ലിക്ക. ഹായ്, ഈ മാങ്ങ വേണം പപ്പ. കുറേ നാളായി മാങ്ങ എന്നിട്ട്. ഇത് പച്ച മാങ്ങയാണോ? ഇത് പച്ച മാങ്ങയാ സാർ. ഇത് പച്ച മാങ്ങയാ മോനെ. മാങ്ങ വേണം. മാങ്ങ പഴുക്കും പപ്പ, നമുക്ക് മേടിക്കാം പപ്പ. പ്ലീസ് പപ്പ. എന്നാ 1 കിലോ മാങ്ങയും കൂടെ എടുക്ക്, പഴുപ്പിച്ച് കഴിക്കാം നമുക്ക്. ഓക്കേ പപ്പ, താങ്ക് യു പപ്പ. പപ്പ ഞാൻ പിടിക്കാം കേട്ടോ, ഞാൻ പിടിക്കാം. ശ്രദ്ധിച്ച്. അയ്യോ, എല്ലാം ദേ പോയി റോഡില്. ശ്രദ്ധിക്കും മോനെ. എടുക്കാം. അയ്യോ, മാങ്ങ പോയി. ഷോ. ശ്രദ്ധിച്ച്. ഇങ്ങോട്ട് പപ്പ പിടിച്ചോളാം, മോൻ പിടിക്കണ്ട. വണ്ടിയൊക്കെ വരുന്നുണ്ടോ? സൈഡിലോട്ട് നിക്ക്. നല്ല സൂപ്പർ പേരയ്ക്ക. എന്തോ ഒരു വലിപ്പമായി പേരയ്ക്ക. നല്ല രുചി. ഈ പേരയ്ക്ക ഉണ്ട് ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഗൗരി, ഇത് ഇങ്ങനെ അകത്ത് നല്ല ലൈറ്റ് റോസ് കളറാ. പക്ഷെ നമ്മൾ വിചാരിക്കും പച്ചയാണെന്ന്. പക്ഷെ ഭയങ്കര ടേസ്റ്റ്. എനിക്ക് വേണം പേരയ്ക്ക. ഇന്ന കഴിച്ചോ? നല്ല അടിപൊളി പേരയ്ക്ക. ഹായ്, എന്തൊരു ടേസ്റ്റ്, എന്തൊരു വലിപ്പമായി പേരയ്ക്ക. നല്ല രുചിയുണ്ട്. ഗൗരി, നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന എന്താന്ന് മനസ്സിലായോ? എന്തുവാ? ഇതാണ് ഗ്യാസ്. നമ്മുടെ വീട്ടിൽ കൊണ്ടല്ലേ. എന്ത് ഗ്യാസാന്ന് നോക്കി. ആ ലോറി ഫുള്ള്. ഒന്ന് കണ്ടിട്ട്. ഗൗരി, സത്യം പറഞ്ഞാൽ ഇത് ടോയ്സ് ആണെന്നും പറഞ്ഞിരിക്കുക. കാരണം ഇതുപോലുള്ള JCB ആണല്ലോ കൂടുതലും ടോയ്സ് ആയിട്ട് ഈ കുട്ടികൾക്ക് കളിക്കാനുള്ളത്. ശരിയാ, അവളുടെ വിചാരം ഇതിന്റെ പേര് ടോയ്സ് ആണെന്ന്. ഇനി ഞാനൊന്ന് നടുന്ന വർത്തട്ടെ. ഇറങ്ങുന്നവര് വേണമെങ്കിൽ ഒന്ന് ഇറങ്ങി ചിരിയാരെ ഇവിടെ നിന്നോ. ഇത്രയും നേരം ഇരുന്നതല്ലേ? ഞാനും ഒന്ന് എണീറ്റ് നിക്കട്ടെ. കൊറേ നേരമായില്ലേ ഇരുന്നിട്ട്. അങ്ങനെ വീണ്ടും നമ്മളെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇനി കൊറേ ദൂരമുണ്ട് പപ്പ. ഇനിയുണ്ട്. ഇവിടെ കാണാൻ നല്ല രസമാണല്ലേ ശിവ. നമ്മള് നോർമലി നമ്മുടെ സ്ഥലമൊക്കെ ഇത്രയും മനോഹരമേ അല്ല. എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ സ്ഥലമാണ്. നിനക്കോ? എനിക്കും ഇഷ്ടം ഇവിടെ ഗൗരി. അതെന്താന്നറിയാവോ, നമ്മളെപ്പോഴും നമ്മളെ ടൗണിലല്ലേ താമസം. അപ്പൊ നമ്മളിങ്ങനെ ഇതുപോലുള്ള ഫോറസ്റ്റ് കണക്കൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോ നല്ല രസാ. അതിനിത് ഫോറസ്റ്റ് ഒന്നുമല്ല, ഇത് ചെറിയ ഇങ്ങനെ സ്ഥലമാ. അതെനിക്കറിയാം. പക്ഷെ നമ്മൾ ഫോറസ്റ്റില് വഴിയാ ശരിക്കും അവിടെ പോണത്. ഈ ഫോറസ്റ്റിൽ കൂടെയാണ് പോണ. അവിടെ ചിലപ്പോ പുലിയൊക്കെ കാണും. സത്യാണ് മാമ. ചുമ്മാ. അവിടെ ഒരു വഴി ഉണ്ടെന്ന് അറിയാൻ പോലും വയ്യ. ആ ബൈക്ക് അങ്ങോട്ട് പോയപ്പോഴും അങ്ങനെ ഒരു റോഡ് ഉണ്ടെന്ന് ഞാൻ കാണുന്നത്. ഞാനും അങ്ങനെ വിചാരിച്ചത്. അങ്ങനെ അടുത്ത
റെസ്റ്റും കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്രയായി. ഇനി നമ്മൾ എപ്പോഴാണോ എന്തോ അവിടെ എത്തുന്നത്. എനിക്ക് നല്ല ത്രില്ല് അടിച്ചിട്ട് വയ്യ. അവിടെ എന്തൊക്കെ സർപ്രൈസ് ഉണ്ടെന്നാണ് നമ്മുടെ പപ്പ പറഞ്ഞേക്കുന്നത്. ഓ, ഇത് നോക്കി കൊടും മരം കണക്കിരിക്കുന്നു അല്ലേ ശിവ? ശരിയാ, നമ്മളിങ്ങനെ വണ്ടിയിലിരിക്കുമ്പോ ഏതോ കൊടുങ്കാട്ടിൽ കൂടെ പോകുന്നതാണൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഓരോ ഹായ്, ഇത് നോക്കിക്കേ. നല്ല രസമുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതാണ്. എനിക്ക് യൂറിൻ പാസ് ചെയ്യണം. പപ്പാ, വണ്ടി നിർത്ത്. ഇനി ഒന്ന് വണ്ടി നിർത്ത്, കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം. ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം. മോനെ വാ, പപ്പായും കൂടെ വരാം. ചെല്ലേ. എനിക്ക് ഇച്ചി മുള്ളിക്കൊള്ളാൻ വയ്യ. അയ്യോ, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക് ചാക്ക. ആ, ഇനി എല്ലാരും ഓടി വാ. ഭക്ഷണം കൂടി കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോവാട്ടോ. അമ്മ അതേ ഇതുപോലെ ഉരുട്ടി തരാം. ഓരോരുത്തർ ഓടി വന്ന് വാ തുറന്ന് കഴിക്കണം കേട്ടോ. ആ, അപ്പൊ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നാ ഇനി നമുക്ക് വിട്ടാലോ? എന്റെ പാർവി മോളെ, അത് ഗുഹ ഒന്നും അല്ല. പെണ്ണിനൊന്നും എണ്ണാനും അറിയത്തില്ല. മിണ്ടായിരിക്കും പാറൂസേ. ഗൗരി, ഗൗരിക്ക് കുശുംബ പാറൂസിന്റെ അടുത്ത് പിന്നെ കുശുമ്പടിക്കാൻ പറ്റിയ ഒരു സാധനം. ഒന്ന് ചിലക്കാതെ മിണ്ടായിരിക്കട്ടെ. അയ്യോടെ കാണാ മീനാക്ഷി മോളെ, മോക്ക് മഴ കാണണോ? ചേട്ടായി കാണിച്ചു തരാതെ. മഴ കണ്ട മഴ മഴ കുട കുട മഴ വന്ന പപ്പിക്കുട. അയ്യോ, എന്താ പറ്റി മോളെ? മോളിച്ചിട്ട് കിടന്ന് ഉറയും കേട്ടോ. ഒരുപാട് ദൂരെ യാത്ര ചെയ്തതല്ലേ, അതുകൊണ്ടാ. ആ, അവിടെ ചെല്ലുമ്പോ അമ്മ വിളിക്കാം. ഇപ്പൊ കിടന്ന് ഉറയും കേട്ടോ. അടിപൊളി റൂം. ഈ റൂമിൽ ടി.വി. ഒക്കെ ഉണ്ട്. എന്തായാലും കുറച്ച് എന്റർടൈൻമെന്റ് ചെയ്യാം. ഒരു കാര്യം ചെയ്യ്, TV ഒന്ന് ഓൺ ആക്കിയേ. ഞാൻ ഇത്തിരി ഒന്ന് കാണട്ടെ. ഇവിടെ മൊത്തം തമിഴ് ചാനലായിരിക്കും. അമ്മയ്ക്ക് തമിഴ് അറിയോ? പിള്ളേരെ, അവിടെ നിൽക്കാനേ. അമ്മേ, ആകെ ടയേർഡായി. ഇനിയൊന്ന് ഉറങ്ങിയാ മതിയായിരുന്നു. എല്ലാരും വന്ന് കിടന്ന് ഉറങ്ങിക്കോ. ഇനി നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് ടൂറിന് പോവുള്ളൂ. ആ, ഈ രാത്രി ഇനി എവിടെയും പോകാൻ പറ്റില്ലല്ലോ. എല്ലാരും കിടന്ന് ഉറങ്ങിക്കോ. നാളെ നമ്മൾ അടിപൊളി ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. മതിമോളെ, കിടന്ന് ഉറങ്ങി. നാളെ രാവിലെ എണീക്കാനുള്ളതാ. ഞാനും കിടന്നുറങ്ങിയല്ലോ. എല്ലാരും കിടക്ക്. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. നാളെ രാവിലെ എണീക്കാനുള്ളതല്ലേ.